വാർത്തകളിലേക്ക് വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് നിയമ നടപടികളിലേക്ക്. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന ആക്ഷേപം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, കഴിഞ്ഞ ദിവസം ദിലീപ് കുറ്റവിമുക്തനായി പുറത്തേക്ക് വരുന്ന വഴി മാധ്യമങ്ങളെ കാണുമ്പോൾ പ്രതികരിച്ചത് മഞ്ജു വാര്യർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയ്ക്കും എതിരെയായിരുന്നു. എന്താണ് ദിലീപിന്റെ പുതിയ നീക്കം? നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിൽ കുറ്റമുക്തനായ ശേഷം നടൻ ദിലീപ് നൽകിയ ഒരു പ്രതികരണമുണ്ട്. അതായത് മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു. മഞ്ജു വാര്യരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത്. ആ പറച്ചിലിന് ശേഷം, ആ പരാമർശത്തിന് ശേഷമാണ് തനിക്കെതിരായിട്ടുള്ള യഥാർത്ഥ ഗൂഢാലോചന ആരംഭിച്ചത് എന്നുള്ളതായിരുന്നു നടൻ ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ബി സന്ധ്യക്കെതിരെയുള്ള ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുക ചെയ്തിരുന്നു. ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും പോലീസ് ക്രിമിനൽ സംഘവും ചേർന്ന് കെട്ടിച്ചമച്ച് അല്ലെങ്കിൽ മെനഞ്ഞെടുത്ത കാര്യമായിരുന്നു തനിക്കെതിരെ കോടതിയിൽ അടക്കം സമർപ്പിക്കപ്പെട്ടത്. അത് പിന്നീട് തെളിവില്ലെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. മാത്രമല്ല, തനിക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നു. ഗൂഢാലോചനയ്ക്ക് വിധേയനായത് താനാണ് എന്നുള്ളതായിരുന്നു ദിലീപ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ദിലീപ് നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷം വിശദമായിട്ട് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷമാകും നടപടികൾ സ്വീകരിക്കുക. മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയിൽ സമഗ്രമായ വിശദമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ദിലീപിന്റെ ആവശ്യം. കാരണം പോലീസ് സംഘത്തിനിടയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു. കൃത്യമായിട്ട് സിനിമാ മേഖലയിൽ ഉള്ളവർ അതിൽ ഇടപെടുകയും ചെയ്തു. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും ദിലീപ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. പക്ഷേ ഈ ഒരു വിധി പകർപ്പ് ലഭിക്കണമെങ്കിൽ 12-ാം തീയതി കഴിയും. കാരണം 12-ാം തീയതിയാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള ശിക്ഷിക്കപ്പെട്ട 6 പേരുടെയും ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്നത്. വാദത്തിന് ശേഷമായിരിക്കും അന്തിമ വിധി പ്രസ്താവം ഉണ്ടാകുക. ശേഷം ആ പകർപ്പ് ലഭിക്കും. അതിനും ശേഷമായിരിക്കും ആ പകർപ്പ് കൂടി ലഭിച്ച് അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപടിയിലേക്ക് ദിലീപിന് കടക്കാൻ സാധിക്കും. അഭിഭാഷകരോടടക്കം നമ്മൾ സമയത്തും അവരും ഇത് തന്നെയാണ് പറയുന്നത്. ദിലീപ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളുണ്ട്. അതിലൊന്ന്, മഞ്ജു വാര്യർ ഈ സംഭവം നടന്ന് 2017 ഫെബ്രുവരി 19-ാം തീയതി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ അതിൽ വെച്ചിട്ടാണ് ഒരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗത്തിലാണ് ഈ സംഭവത്തിന് പിന്നിൽ, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്, അത് പുറത്തു വരണമെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് താനാണ് ഇതിന് പിന്നിലുള്ളത്, അല്ലെങ്കിൽ താനാണ് ഇതിന്റെയൊക്കെ തന്നെ മാസ്റ്റർ മൈൻഡ്, ഗൂഢമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയ ആസൂത്രകൻ എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ചിത്രീകരണം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം തനിക്കെതിരെ ഒരു കഥ മെനഞ്ഞെടുത്തു. 13 മണിക്കൂറുകളോളമാണ് ആലുവ പോലീസ് ക്ലബിൽ വെച്ച് താൻ ചോദ്യം ചെയ്യലിന് വിധേയനായത്. ആ ചോദ്യം ചെയ്യലിൽ തനിക്കെതിരായിട്ടുള്ള അനവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അതൊരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത്. പക്ഷേ SIT സംഘത്തിലെ പലരും തന്നോട് നല്ല രീതിയിൽ പെരുമാറി. ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ട്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ഇതിലൊരു ഗൂഢാലോചന ഇല്ല എന്നാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി അടക്കം, അല്ലെങ്കിൽ സർക്കാരിനെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് ക്രിമിനൽ പോലീസ് സംഘം ഇതിൽ തനിക്ക് പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തി എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായിട്ട് ദിലീപ് ഉന്നയിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ 3 ഘട്ടങ്ങളായിട്ട്, അതായത് ഒരു കത്ത് വന്നു പൾസർ സുനിയുടേത് തനിക്ക് എഴുതി എന്നുള്ള പേരിലുള്ള ഒരു കത്ത്, അത് മാത്രമല്ല മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചന ആരോപിക്കുന്നു, അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥ സംഘം തനിക്കെതിരെ നീങ്ങുന്നു. ഇതിലടക്കം 3 ഘട്ടങ്ങളിലായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങൾ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം സമഗ്രമായിട്ട് വേണമെന്നുള്ളതാണ് ആവശ്യം. പക്ഷേ ഇതിൽ ചില നിയമപ്രശ്നങ്ങൾ കൂടി ഉണ്ട് കൃഷ്ണരാജ്. കാരണം നിലവിൽ ഈ കീഴ്ക്കോടതി മാത്രമാണ് ദിലീപിനെ കുറ്റമുക്തനാക്കിയത്. സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ അപ്പീലുമായി സർക്കാർ പോകും, അതായത് പ്രോസിക്യൂഷൻ പോകും. അതുകൊണ്ട് തന്നെ ഈ മേൽക്കോടതി െതിരെ സർക്കാരിന്റെ അപ്പീലും കാണും. അത് തന്നെ ഒരു നിയമപ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദിലീപ് പറയുന്നത് തനിക്കെതിരായിട്ടുള്ള ഇതുവരെ കഴിഞ്ഞ 9 വർഷമായിട്ടും തന്നെ
മുന്നോട്ട് വന്നിരുന്നില്ല. ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട സമയത്ത് കൂടി പല വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. തനിക്കെതിരായിട്ടുള്ള ഗൂഢാലോചനയിൽ തനിക്ക് എതിരെ പ്രവർത്തിച്ചവർ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ദിലീപിന്റെ പക്ഷം. എന്തായാലും ഇതൊരു വൻ നിയമ പോരാട്ടത്തിലേക്ക് കടക്കും. കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള സംഘമാണ് ദിലീപിനെതിരായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ദിലീപിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തന്നെ എതിർകക്ഷികളാക്കിക്കൊണ്ട് എതിർകക്ഷികളാക്കിക്കൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അടക്കം ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമ നടപടിയിലേക്ക് ദിലീപ് കടക്കുക. എന്തായാലും ഈ വിധി പകർപ്പ് ലഭിച്ച് അത് വിശദമായിട്ട് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മാത്രമേ അത്തരമൊരു നീക്കത്തിലേക്ക് ദിലീപിന്റെ അഭിഭാഷകർ കടക്കുകയുള്ളൂ. ഏതായാലും ദിലീപിന്റെ പുതിയ നീക്കമാണ് കാണുന്നത്. കാരണം മറുവശത്ത് അപ്പീലിന് പോവുകയാണ് അതിജീവിതയും സർക്കാരും. ആ നിലയ്ക്ക് ദിലീപ് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അതിൻ്റെ സൂചന ഇന്നലെ കുറ്റവിമുക്തനായി പുറത്തു വന്ന മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞതുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ മെമ്പർ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യും. സ്വർണം ചെമ്പാക്കിയതിൽ ശങ്കർദാസിനും തുല്യ പങ്കാളിത്തമെന്നാണ് കണ്ടെത്തൽ. ഇത് തരവിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ മെമ്പർ ശങ്കർദാസും അറിഞ്ഞിട്ടാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, അതായത് നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു, പിന്നീട് മുരാരി ബാബു, അതിനുശേഷം സുധീഷ് വന്നു, ബൈജു വന്നു, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട 2 പേർ, ദേവസ്വം പ്രസിഡൻ്റായി ആയിരുന്ന 2 പേർ, CPM-മായി വളരെ ചേർന്ന് നിൽക്കുന്ന 2 പേർ, A പത്മകുമാറും N വാസുവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മുഖ്യമന്ത്രി SIT സംഘത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും മറ്റ് അറസ്റ്റുകളിലേക്ക് പോകരുത്, കടകംപള്ളി, വാസവൻ, PS പ്രശാന്ത് ഒക്കെ അവിടെ സംശയമുനയിൽ നിൽപ്പുണ്ട്, പോകരുത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ